ഹായ്. കഥാപാത്രങ്ങളുടെ പേരിനും എൻട്രിക്കും കഥയോളം തന്നെ പ്രാധാന്യമുള്ള ചിത്രമാണ് അഞ്ചക്കള്ളക്കോക്കാൻ. ഒപ്പം മ്യൂസിക്കും ക്യാമറയും ആക്ഷൻ സീനുകളും എത്തുന്നുണ്ട്. പൊറാട്ട് നാടകം കണ്ടും കേട്ടും പരിചയമുള്ളവർക്ക് ഒരുപക്ഷെ സിനിമ സ്റ്റോറി ടെല്ലിങ്ങിനായി സ്വീകരിച്ച മെത്തേഡിലെ ന്യൂവാൻസസ് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം. രസകരമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് അഞ്ചക്കള്ളക്കോക്കാൻ. ചിത്രത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം കഥാപാത്രങ്ങളുടെ പേരുകൾ തന്നെയാണ്. ഓരോ കഥാപാത്രത്തിനും തൻ്റേതായിട്ടുള്ള ഇടം നൽകുന്ന ഈ ചിത്രത്തിൽ അവർക്ക് എങ്ങനെ ആ ഒരു പേര് വന്നു എന്നറിയാനുള്ള കൗതുകം സൃഷ്ടിക്കുന്നുണ്ട്. ശങ്കരാഭരണം, നടവരമ്പൻ, ഭൈര, ചാപ്ര, ഗില്ലാപ്പികൾ, വാസുദേവൻ, പൊന്നാരി, മാവേലി, അങ്ങനെ വരുന്നവരും പോകുന്നവരുമെല്ലാം രസകരമായ പേരുകളുള്ളവരാണ്. ചിത്രം പ്രധാനമായും നീങ്ങുന്നത് ഈ കഥാപാത്രങ്ങളിലൂടെയാണ്. ഇവരെ ഒന്നിനൊന്ന് വ്യത്യസ്തരാക്കുന്ന വളരെ പ്രത്യക്ഷമായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സുകൾ ഓരോരുത്തർക്കുമുണ്ട്. ഒരാൾ വളരെ പേടിയുള്ള ആളാണ്, മറ്റൊരാൾക്ക് മുറിച്ചുണ്ടിൻ്റെ സംസാരമുണ്ട്, വേറൊരാൾ ഊമയും വലിയ ഡാൻസറുമാണ്, പിന്നെ ഒരാൾ ഏറ്റവും സൗമ്യനായി ഇടപെടുന്ന എന്തിനും ഏതിനും പരിഹാരം കണ്ടെത്തുന്ന ഒരാളാണ്. ഇങ്ങനെ എല്ലാവർക്കും ഓരോരോ പ്രത്യേക സ്വഭാവ രീതികൾ കാണാം. അത്യാവശ്യം സമയമെടുത്താണ് സിനിമ ഓരോ കഥാപാത്രത്തെയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം പ്രധാന കഥാപാത്രങ്ങളിൽ ഷിഫ്റ്റും ആർക്കുമെല്ലാം കടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ ഷിഫ്റ്റിനുള്ള കാരണങ്ങളും ഫ്ലാഷ് ബാക്കും സത്യം പുറത്തു വരുന്നതുമെല്ലാം അല്പം വീക്കായ നിലയിലാണ്. അവതരണത്തിലെ പുതുമ കൊണ്ട് ഇതിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള രീതിയിൽ കഥ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതത്ര വിജയമാവുന്നില്ല. അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളെ പിടിക്കാൻ കോക്കാൻ വരുമെന്നുള്ള കഥയുമായി ഇഴുകിച്ചേർന്നാണ് സിനിമയുടെ കഥയും നടക്കുന്നത്. പക്ഷെ ആരാണ് കോക്കാൻ, ആരാണ് കോക്കാനെ പേടിക്കുന്നത് എന്നെല്ലാം സിനിമ മുന്നോട്ട് നീങ്ങുമ്പോൾ മാറിമറിയും. ഓരോ ദേശത്ത് നിന്നുമാണ് ഓരോ പൊറോട്ട നാടകങ്ങൾ പ്രധാന ഉത്സവ വേദിയിലേക്ക് വരിക എന്ന് കേട്ടിട്ടുണ്ട്. പൊറാട്ട നാടകത്തെക്കുറിച്ച് വലിയ അറിവില്ല, കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ ദേശത്തെയും എന്നതുപോലെ ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും അവരവരുടെ ദേശത്തെ അവരവരുടെ കഥയിലെ നായകരാണ്. ഓരോരുത്തരും അവരുടെ കഥകളും കൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നത്. അതിനെ കൂട്ടി യോജിപ്പിക്കുകയാണ് ഉല്ലാസ് ചെമ്പൻ എന്ന തിരക്കഥാകൃത്തും സംവിധായകനും ചെയ്തിരിക്കുന്നത്. ഒരു കൊലപാതകമാണ് ചിത്രത്തിലെ പ്രധാന വേദി. ആ മരണവുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളുടെ പലതരം താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ചുരുളഴിഞ്ഞ് വരുന്നതുകൂടിയാണ് ഒരു തരത്തിൽ ഈ സിനിമ. പോലീസിന്റെ അധികാരവും അത് ഭീഷണിയായും പ്രലോഭനമായും സത്യസന്ധമായും സത്യം മറച്ചുവെച്ചുമെല്ലാം പ്രയോഗിക്കപ്പെടുന്ന രീതികളും സിനിമയിൽ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും വരുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചെമ്പൻ വിനോദും ലുക്മാനും മണികണ്ഠനും എന്ന് തുടങ്ങി എല്ലാ അഭിനേതാക്കളും മികച്ച പെർഫോമൻസാണ് നടത്തുന്നത്. വളരെ കുറഞ്ഞ സമയം മാത്രമേ വരുന്നുള്ളൂവെങ്കിലും പ്രമോദ് വെളിയനാടിൻ്റെ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ കൗണ്ടറുകളും എക്സ്പ്രഷൻസുമെല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ചിത്രത്തിൽ ചെറിയ സിറ്റുവേഷണൽ കോമഡികളുണ്ട്. ഭരതന്മാർക്ക് പാലൊഴിച്ച ചായയോ സിഗരറ്റോ കൊടുക്കാത്ത ചായക്കടക്കാരനൊക്കെ ചിരി വരുത്തുന്ന ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ് ആയിരുന്നു. കഥാപാത്രങ്ങളോടൊപ്പം പിന്നീട് ഈ സിനിമ ഏറ്റവും കൂടുതൽ സമയം നൽകുന്നത് ആക്ഷൻ സീനുകൾക്കാണ്. ലെങ്തിയായ ആക്ഷൻ സീനുകളാണ് ചിത്രത്തിലുള്ളത്. പ്ലോട്ടായി തന്നെ മാറുന്ന ആക്ഷൻ സീനുകളാണ് ഇവയിൽ പലതും. ആർ രാജശേഖറും ബില്ല ജഗനുമാണ് ചിത്രത്തിൻ്റെ ആക്ഷൻ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ഷാപ്പിലെയും പോലീസ് സ്റ്റേഷനിലെയും സീനുകൾ ആക്ഷൻ ഫാൻസിന് ഒരുപക്ഷെ പ്രിയപ്പെട്ടതായിരിക്കാം. ഈ ആക്ഷൻ സീനുകൾ കഴിഞ്ഞാൽ മണികണ്ഠൻ അയ്യപ്പയുടെ പാട്ടുകളും പശ്ചാത്തല സംഗീതവുമാണ് ചിത്രത്തിൻ്റെ ആത്മാവ്. നാടൻ ഈണത്തിൻ്റെ പുതുമയുള്ള അവതരണമാണ് ചിത്രത്തിലുള്ളത്. രഞ്ജിത്ത് കോത്തേരിയുടെ ആർട്ട് ഡയറക്ഷനും അരുൺ മനോഹറിൻ്റെ കോസ്റ്റ്യൂംസും സിനിമയുടെ ക്വർക്കി മൂഡിനും കാലഘട്ടത്തോടും ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയാനുള്ളത്, കഥാപാത്ര സൃഷ്ടിയിലെയും മറ്റു വശങ്ങളിലെയും രസകരമായിട്ടുള്ളൊരു പുതുമയുമാഴും സിനിമയുടെ കഥയിലും മുന്നോട്ടുപോക്കിലും കടന്നു വന്നിരുന്നെങ്കിൽ അഞ്ചുകള്ളക്കോക്കാൻ കൂടുതൽ മികച്ച അനുഭവമായിരുന്നേനെ. ഫ്ലാഷ് ബാക്കും ചില കാര്യകാരണങ്ങളും വെളിപ്പെടുമ്പോൾ ചിത്രം അതുവരെ ഉയർത്തിയ ബിൽഡപ്പ് താഴ്ന്നു പോകും പോലെ പലയിടത്തും തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. സിനിമ കണ്ടവർ തീർച്ചയായും ചിത്രത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തണം.